വലിയ പണക്കാരൻ തൻ്റെ ആഡംബര കാറുമായി റോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആയി. അദ്ദേഹം ഒരു മെക്കാനിക്കിനെ വിളിച്ചു. മെക്കാനിക്ക് അതിവേഗത്തിൽ തന്നെ വന്നു. ബോണറ്റൊക്കെ തുറന്ന് ചെറിയൊരു സ്ക്രൂ തിരിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ ഈ ഒരു റിച്ച് മാൻ ചോദിച്ചു, എത്രയാണ് നിന്റെ പൈസ? അദ്ദേഹം പറഞ്ഞു, 1000 രൂപ. 1000 രൂപയോ? ഈ ഒരു ചെറിയ സ്ക്രൂ തിരിക്കുന്നതിനോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ക്രൂ തിരിച്ചതിന് എനിക്ക് 10 രൂപ മതി, പക്ഷേ ഏത് സ്ക്രൂ എങ്ങനെ തിരിക്കണം എന്നുള്ള അറിവാണ്, അതിനാണ് എനിക്ക് ബാക്കി 990 രൂപയും എന്ന് പറഞ്ഞു. ഈ പണക്കാരൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഈഗോ. അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ ചിത്രമാണ്, അതായത് ഒരു ഫേക്ക് ഐഡന്റിറ്റിയാണ് ഈഗോ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മളെ ഒരുപാട് രീതിയിൽ ബാധിക്കാറുണ്ട്. നമ്മളെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും. എനിക്കെല്ലാം അറിയാം, അല്ലെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ എന്തിനു നിന്നോട് സംസാരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഈഗോ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അതുപോലെ മറ്റെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മനസ്സമാധാനം, പീസ്ഫുൾ മൈൻഡ് നഷ്ടപ്പെടുത്തും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു അസൂയ നമ്മളുടെ ഉള്ളിലുണ്ടാകും. അത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. പിന്നെ ഒരിക്കലും ഈ ഈഗോ ഉള്ള വ്യക്തികൾ മാറാൻ തയ്യാറാവില്ല. അവർ ആ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ആവാനോ ഒരിക്കലും തയ്യാറാവില്ല. ഇതാണ് ഈഗോന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈഗോ എപ്പോഴും ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ചിന്തകളിൽ നിന്ന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ചില പേടികളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതിനെ ചെയ്യാൻ പറ്റുന്ന ഈഗോ ഉള്ള ആളുകളെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ആ വ്യക്തി അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് പ്രധാനമായും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈഗോയെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. എനിക്കതുണ്ട്. ആ ഒരു സെൽഫ് അവെയർനെസ്സിലൂടെ നമ്മൾ ഈ ഈഗോയെ തിരിച്ചറിയുക. ഈഗോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശരികളുണ്ട്, മറ്റുള്ളവരുടെ ശരികളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് ഈ ഒരു നമ്മുടെ സെൽഫ് അവെയർനെസ്സിലൂടെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ കോൺഷ്യസ്. താങ്ക് യു സോ മച്ച്.